ഹലോ മൈ ഗസ്റ്റ്, എല്ലാവർക്കും ഫയർടെക്സിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഉണ്ടാക്കലാണ്. അപ്പം നമ്മളിന്ന് ബേസ് ഉണ്ടാക്കും. നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതും നമുക്കിന്ന് മെറ്റീരിയൽസും നമ്മളിന്ന് ഒപ്പിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതുമാത്രമല്ല, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കണം. ഞാൻ നെതർ പോകാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ബേസ് ഉണ്ടാക്കിയിട്ട് ബേസിൻ്റെ ഉള്ളിൽ പോർട്ടൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗെയിം ലോഡാകുന്നുണ്ട്. ഓക്കെ, ഗെയിം ലോഡായി. ഓക്കെ അപ്പം നമുക്ക് കളക്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചാൽ കോബിൾ സ്റ്റോണും വുഡും. ഇതാണ് മെയിൻ. ഇത് രണ്ടും വെച്ചാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്. അപ്പം നാളെ ഒരു മൈനിങ് ഏരിയയും നെതറും നാളെ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. റീസ്പോൺ എടുത്ത് വെച്ച കട കിടന്നിലും നമ്മുടെ കയ്യിലിപ്പം ഓക്കെ, കോബിൾ സ്റ്റോൺ 26 ഉള്ളൂ. നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. അവിടെ ഒരു വുഡൻ ഫോറസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് പോയിട്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്ത് തരാം. തൽക്കാലത്തേക്ക് ഞാൻ ബെർച്ച് എടുക്കുന്നില്ല. നമുക്ക് ഇത് റോപ്പ് മതി. ബെർച്ച് എന്തെങ്കിലും. ഓക്കെ, കുറച്ചധികം മരം ഒന്ന് കളക്ട് ചെയ്യട്ടെ, വുഡ് കളക്ട് ചെയ്യട്ടെ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാക്കെങ്കിലും വേണ്ടി വരും മിനിമം. അതുപോലെ തന്നെ കോബിൾ സ്റ്റോൺ ഒരു 3 സ്റ്റാക്കും, ഒരു 3-4 സ്റ്റാക്ക് വേണ്ടി. ചെറിയൊരു വീടാണ്, വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 1 ഫ്ലോർ ആയിട്ടുള്ള അതിൻ്റെ ആവശ്യമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അത്ര സാധനങ്ങളൊക്കെ അല്ലേ ഒരു ബേസിൽ വേണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വലിയൊരു മെഗാ ബേസ് ഉണ്ടാക്കാൻ. അതിനുള്ള റിസോഴ്സൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. ഇപ്പം എത്ര എണ്ണമായി എൻ്റെ കയ്യിൽ? 27. ഓക്കെ, നമുക്ക് ഒരു സ്റ്റാക്കെങ്കിലും ആക്കാം. ഗെയിമിൻ്റെ ചെറിയൊരു സ്റ്റിക്ക് കാരണമാണ് അത് പൊട്ടിച്ച് വരാണ്ട് വന്നത്. 33 എണ്ണമായി. ഓക്കെ, ഇനി മറന്നിട്ടില്ല. നമുക്ക് അടുത്തൊരു സ്കൈ ബ്ലോക്ക് തുടങ്ങണമെന്നുണ്ട് എനിക്ക്. അപ്പം നിങ്ങളെ ഒരു തീരുമാനം കൂടി അറിഞ്ഞിട്ട് ബാക്കി സ്കൈ ബ്ലോക്ക് കളിക്കാൻ വേണ്ടിയെന്നാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കൈ ബ്ലോക്ക് വേണോ 1 ബ്ലോക്ക് വേണോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കുന്നത് എന്ത് കളിക്കാമെന്ന്. ഞാൻ എന്തായാലും ഇപ്പം നമ്മുടെ ഈ വേൾഡിലെ ബേസ് ഉണ്ടാക്കാനുള്ള പ്രോഗ്രസ് തീർക്കാം. നമ്മുടെ മെഗാ ബേസൊക്കെ കുറേ എന്തായാലും കഴിയും. ഒരു ഫുൾ നെതറൈറ്റ് ആർമർ ആവേണ്ട അതിനൊന്നും നമുക്കാവത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡയമണ്ട് ആർമറെങ്കിലും ആവേണ്ടി വരും. എത്ര എണ്ണമായി ഇപ്പം എൻ്റെ അടുത്ത്? എത്രയെങ്കിലും ആവട്ടെ. നമുക്കിനി കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യണം. ക്യൂട്ട് പട്ടി ഇതാക്കാനാ ബോണില്ല, അല്ല അതിനെ ടൈമിയായിരുന്നു. ഓക്കെ, ബോണില്ല. 52 വുഡായി. ഓക്കെ, ഇനി മരം മുറിക്കണം. കുറച്ചുകൂടി മരം മുറിക്കണം. ഓക്കെ, ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാം. ഞാനിപ്പം വില്ലേജിൽ നിന്ന് എടുക്കുന്നില്ല, കാരണം ഈ നല്ല വില്ലേജ് ഞാനായിട്ട് പോകുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കോബിൾ സ്റ്റോൺ എടുക്കാം. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇല്ല, കോള് കിട്ടാണ്ട് ഇനി അങ്ങോട്ട് വരാനാവില്ല. നമുക്ക് അങ്ങോട്ടൊരു ഭാഗമുണ്ട്, ആടേക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട്
ഇവിടുന്ന് ഫുള്ളായിട്ട് അങ്ങ് മൈൻഡ് ചെയ്യാം. കോളും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഇതൊന്ന് ഫുള്ള് മൈൻഡ് ചെയ്യട്ടെ. കുറേ കോളുണ്ട് അത്യാവശ്യം. നമുക്ക് ഇവിടുന്ന് കുറച്ചധികം നമുക്ക് വിളിച്ചോണ്ട് മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, എത്ര കോബിൾ സ്റ്റോണായി എൻ്റെ കയ്യിലിപ്പം? ഒരു സ്റ്റേക്കും 19. ഓക്കെ, അതുപോരാ, ഒരു മിനിമം ഒരു 3 സ്റ്റേക്ക് വേണം. അപ്പം അത്ര ഒന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, കുറച്ചധികം എനിക്ക് മൈൻഡ് ചെയ്യണം. എത്രയുടെ 51? കുറച്ച് കൂടിയല്ലേ? ഞാൻ മൈൻഡ് ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ 3x3 എന്നുള്ള രീതിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 3x3 എന്നുള്ള രീതിക്ക് നമുക്ക് ഉള്ളോട്ടേക്ക് 3x3 ആയി മുറിക്കാം. മീൻസ് കോബിൾസ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം നല്ലതായിരിക്കുന്നു. നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കണം. ഈ ഒരു സ്ഥലം ഞാൻ ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമുക്ക് ഒരു വെട്ട് 5 ബ്ലോക്കും ഹൈറ്റ് 3 ബ്ലോക്കും അതിൻ്റെ ഒരു നീളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ബ്ലോക്ക് വെക്കാം. അങ്ങനെ ആക്കാം. ഇവിടെ പിന്നിലാണല്ലേ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്കുള്ള ഈനോട് വെയിറ്റ് ചെയ്ത് ജോലി ഇങ്ങോട്ടേക്കായിരിക്കും മൊത്തത്തിലൊന്ന്. എൻ്റെ ശവലിപ്പം പൊട്ടും. മിക്കവാറും പുതിയ ശവലിപ്പം ഉണ്ടാക്കണം. രാത്രി അവനെ എനിക്കൊന്ന് ഉറങ്ങാൻ വേണം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബെഡ് വെക്കണം.
ഓക്കെ ഓക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെയുള്ള കുഴിയൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം. കുഴി മൊത്തത്തിൽ ഒന്ന് അടിച്ചളയോ. ഓക്കെ, ഇനി നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ തൽക്കാലത്തോട്ടേക്ക് വീടുണ്ടാക്കുന്ന ഭാഗം മാത്രം നമുക്ക് പാട്ട് വെച്ചിട്ട് ഞാൻ ബോറാക്കുന്നില്ല. പാട്ട് വെക്കാം, വേറെ പറഞ്ഞ് ബോറാക്കുന്നില്ല.
ഓക്കെ, അങ്ങനെ നമ്മുടെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സോർട്ടിങ് ഏരിയ പോലെ ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കണം. അത് മാത്രമല്ല നമുക്ക് ഇനി ഒരു ഗ്ലാസ് പെയിനും വെക്കണം, എന്നാലേ ഇതിൻ്റെ ഒരു ഫുള്ളാകത്തുള്ളൂ. ഓക്കെ, ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ വെക്കാം തൽക്കാലത്തേക്ക്. പോയി കുറച്ച് സാൻഡ് എടുത്തിട്ട് വരുന്നു ഞാൻ. എത്ര 17% ഉള്ളൂ. പെട്ടെന്നൊന്ന് വീഡിയോ ഉണ്ടാക്കേണ്ടി വരും, ടൈം കുറവാണ്. ഓക്കെ, ഞാൻ പോയി പെട്ടെന്ന് കുറച്ചധികം സാൻഡ് കളക്ട് ചെയ്തിരുന്നു. ഞാൻ ചില ദിവസങ്ങളാണെങ്കിൽ ഒരുമിച്ച് 2 എപ്പിസോഡൊക്കെ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൂഫ് ഇന്ന് ചെയ്യാൻ ടൈമില്ല, പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കണം, ചാർജില്ല ഫോണിൽ. അപ്പം ഞാൻ ഈ സാൻഡ് ഒന്ന് ഒരുക്കിയിട്ട് ഫർണസിലാക്കട്ടെ സാൻഡ്. സ്പ്ലിറ്റാക്കി വെക്കാം. 6 അതിലും 3 ഇതിലും കോള് പുറത്തോട്ടൊക്കെ പോയിട്ട്. ഓക്കെ, അതിന് അതവിടെ കിടന്ന് ഗ്ലാസ് ആയിക്കോളും. ഓക്കെ, ഒന്നായി. ഇവിടെ ഒന്നും ആക്കില്ല. കുറച്ചേരം ഇവിടെ AFK പോലെ നിൽക്കാം. ഓക്കെ, 3 ഇതിൽ. ഓക്കെ കറക്റ്റായി. ഗ്ലാസ് പെയിൻ ഇവിടെ വെക്കട്ടെ. ഓക്കെ, 16 ഗ്ലാസ് പെയിൻ. ഓക്കെ, 16 ഗ്ലാസ് പെയിൻ കിട്ടി. 2 ബ്ലോക്ക് ഇവിടെ വിട്ടിട്ട് ചെയ്യാം. അല്ലേ വേണ്ട, 1 ബ്ലോക്ക് അങ്ങോട്ട് ഇവിടെ. ഈ ബ്ലോക്ക് കൂടി അങ്ങ് ചെയ്യാം. അവിടെ വെക്കേണ്ട തൽക്കാലത്തേക്ക്. ഇവിടെ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഓക്കെ, ഇനി ബാക്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞ്. പിന്നെ നമുക്ക് റൂഫ്, അത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിൽക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം. ടാറ്റാ, ബൈ ബൈ.